നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ. എറണാകുളം അങ്കമാലിയിലെ വിമത വൈദികരുടെ സമരാഭാസങ്ങൾ ഒരു വശത്ത്, സീറോ മലബാർ സിനഡിന്റെ വിഡ്ഢിത്തരങ്ങൾ മറുവശത്ത്, നിഷ്പക്ഷത ഭാവിച്ച് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കളിക്കുന്ന മെത്രാന്മാരും വൈദികരും വേറൊരു വഴി. എന്തൊരു നാണം കെട്ട കളികളാണ് ഈ പുരോഹിതന്മാരും മെത്രാന്മാരും നടത്തുന്നത് എന്ന് കണ്ട് ലോകമെങ്ങുമുള്ള സീറോ മലബാർ വിശ്വാസികൾ ലജ്ജിതരാകുകയാണ്. പുറം ലോകത്തിന്റെ മുമ്പിൽ അപഹാസ്യരായി മാറുകയാണ് സീറോ മലബാർ ക്രിസ്ത്യാനികൾ. 14-ാം തീയതി സിനഡ് ഓൺലൈനിൽ സമ്മേളിക്കുന്നതിന് മുമ്പ് സിനഡ് സമ്മേളനം കഴിഞ്ഞ് 15-ാം തീയതി പുറപ്പെടുവിക്കേണ്ടിയിരുന്ന സർക്കുലറിന്റെ ഡ്രാഫ്റ്റ് ചോർത്തി കൊടുത്ത് വിമതരെടുക്ക് ഏൽപ്പിച്ചു കൊടുത്ത് സിനഡിനെ അപഹാസ്യമാക്കിയ സീറോ മലബാർ സഭയുടെ സിനഡിന്റെ കാവൽക്കാരൻ ഫാദർ കാവിൽ പുരയിടം. മെത്രാൻ സ്ഥാനത്തിനു വേണ്ടി സീറോ മലബാർ സഭയെ ഒറ്റിക്കൊടുത്ത യൂദാസ്. പരമരഹസ്യമായി സൂക്ഷിക്കേണ്ട ഡ്രാഫ്റ്റ് റോമിൽ വെച്ച് പെർമനന്റ് സിനഡ് അംഗങ്ങളും പൗരസ്ത്യ തിരുസംഘവും പോപ്പുമൊക്കെയായ നടന്ന ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ രൂപപ്പെടുത്തിയെടുത്ത് സിനഡ് കഴിഞ്ഞ് സിനഡ് തീരുമാനം എന്ന രീതിയിൽ 15-ാം തീയതി പുറപ്പെടുവിക്കേണ്ടിയിരുന്ന സർക്കുലറിന്റെ ഡ്രാഫ്റ്റ്, അതിലൊരു വാചകം മാത്രം 14-ാം തീയതി നടന്ന സിനഡിൽ എടുത്ത തീരുമാനം എന്ന് എഴുതി ചേർത്തുകൊണ്ട് പുറപ്പെടുവിക്കേണ്ടിയിരുന്ന സിനഡ് സർക്കുലറിന്റെ ഡ്രാഫ്റ്റ് ഫാദർ കാവിൽ പുരയിടം ചോർത്തി കൊടുത്തു തന്റെ സഹപാഠികൾക്ക്. അതുവഴി വിമതരുടെ കൈകളിലെത്തി. എന്തൊരു അപഹാസ്യ നാടകമാണ്. കാവിൽ പുരയിടം അത് മനഃപൂർവ്വമായിട്ടോ അല്ലാതെയോ കൈപ്പിഴ കൊണ്ട് ആണോ എങ്കിൽ പോലും അദ്ദേഹം ഇനി ആ കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിൽ ജോലി ചെയ്യാൻ അദ്ദേഹം അർഹനല്ല. അദ്ദേഹത്തെ അവിടെ നിന്ന് ആട്ടിപ്പുറത്താക്കണം. അദ്ദേഹം ചെയ്തത് ഹീനകൃത്യമാണ്. സിനഡിന്റെ ഡ്രാഫ്റ്റ് അത് അദ്ദേഹം ചോർത്തി കൊടുത്തു എന്ന കാര്യത്തിൽ ഇന്ന് ആരും തർക്കിക്കുന്നില്ല. അദ്ദേഹത്തിന് പോലും തർക്കമില്ല. അദ്ദേഹം കടുത്ത ശിക്ഷ അർഹിക്കുന്നു. അദ്ദേഹത്തെ അവിടെ നിന്ന് പുറത്താക്കണം. കാവിൽ പുരയിടത്തെ പറ്റി പറയുന്നത് അദ്ദേഹമാണ് വ്യാജരേഖ കേസിൽ എറണാകുളം അങ്കമാലിയിലെ പ്രമുഖരായ ആ വൈദികരും ആദിത്യനുമൊക്കെ അടങ്ങുന്ന ആ കേസ് ഇന്നും വിചാരണയ്ക്ക് എടുക്കാതെ ആ കേസിൽ വിമതരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാവിൽ പുരയിടമാണ്. ഇങ്ങനെയുള്ള കാവിൽ പുരയിടത്തെ പോലുള്ള കാട്ടുകള്ളന്മാരെ നേരിടാനാണ് ഇനി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിനഡിനോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ ഇറങ്ങി പുറപ്പെടേണ്ടത്. ഞാൻ സമ്മേളനങ്ങൾക്കോ ഒന്നും അടുത്ത കാലത്ത് പോകുന്നില്ല. പക്ഷേ MTNS-ഉം മറ്റ് സംഘടനകളും, നൂറുകണക്കിന് സംഘടനകൾ സഭയോടൊപ്പം ഉണ്ടല്ലോ. എല്ലാവരും കൂടി മൗണ്ട് സെയിന്റ് തോമസിലേക്ക് 19-ാം തീയതി നടക്കുന്ന സിനഡിൽ കാവിൽ പുരയിടത്തെ പുറത്താക്കിയില്ലെങ്കിൽ എല്ലാ സംഘടനകളും ഒറ്റക്കെട്ടായി സഭയോടൊപ്പം നിൽക്കുന്നവർ കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിലേക്ക് മാർച്ച് ചെയ്യണം. വീണ്ടും ഒരു വ്യാജ സർക്കുലർ എറണാകുളം വിമതന്മാരുണ്ടാക്കി. തട്ടിൽ പിതാവിന്റെ പേരിൽ ഒരു വിമതന്മാരുണ്ടാക്കിയ വ്യാജ സർക്കുലർ, അത് ആദ്യം റിജു കാഞ്ഞൂക്കാരനാണ് അത് പ്രസിദ്ധീകരിച്ചത് തന്റെ ഫേസ്ബുക്ക് പേജിൽ. ഇത് എത്രയോ ഹീനമായ ക്രിമിനൽ കുറ്റമാണ് വ്യാജരേഖ ഉണ്ടാക്കുക. ഇങ്ങനെ ഒരു വ്യാജരേഖ ഉണ്ടാക്കിയതിന് ആ വ്യാജരേഖ ലോകത്തിന്റെ നാനാഭാഗത്ത് കണ്ടു എവിടെ വേണമെങ്കിലും അതിന്റെ സൃഷ്ടികർത്താവായ അത് പ്രസിദ്ധീകരിച്ച റിജു കാഞ്ഞൂക്കാരൻ 1-ാം പ്രതിയായി. പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കണം. സിനഡ് കാക്കനാട് മൗണ്ടിൽ നിന്ന് കേസ് ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ ഏത് പോലീസ് സ്റ്റേഷനിലും കേസ് പരാതി കൊടുത്തിട്ട് നടപടി ഉണ്ടായില്ലെങ്കിൽ SP-ക്ക് പരാതി കൊടുക്കണം, പോലീസ് സൂപ്രണ്ടിന് പരാതി കൊടുക്കണം. അവിടെ എടുത്തില്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുത്ത് കേസ് എടുപ്പിക്കാം. ഒരു വ്യാജരേഖ സൃഷ്ടിച്ചത് വളരെ ഗൗരവമായി. വ്യാജരേഖ ഉണ്ടാക്കുന്നതിൽ വിമതർ വളരെ വിദഗ്ധന്മാരാണല്ലോ. ആലഞ്ചേരി പിതാവിനെ പറ്റി 34 പേജിൽ വ്യാജരേഖ ഉണ്ടാക്കിയതിന്റെ കേസിൽ നിന്ന് കാവിൽ പുരയിടത്തിന്റെ സഹായത്തോടുകൂടി കേസ് മന്ദഗതിയിൽ നീക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇവിടെയും തട്ടിൽ പിതാവിന്റെ പേരിൽ വ്യാജരേഖ ഉണ്ടാക്കിയതിനെ കേസ് കൊടുക്കാൻ സെന്റ് തോമസ് മൗണ്ടിൽ നിന്ന് തയ്യാറായില്ലെങ്കിൽ നാളെ തന്നെ ഞാൻ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് ഫയൽ ചെയ്യും എന്ന വിവരം വിനയത്തോടെ അറിയിക്കുകയാണ്. എല്ലാവരും 14-ാം തീയതി 2 മണിക്കൂർ സിനഡ് കഴിഞ്ഞ് എന്താണോ സംഭവിക്കുന്നത് എന്നറിയാൻ കാത്തിരുന്നു. ഒരു കാര്യം തീർച്ചയാണ്, സിനഡ് പിതാക്കന്മാർക്ക് അങ്ങനെ 2 മണിക്കൂർ കൊണ്ട് ചർച്ച ചെയ്ത് ഒരു തീരുമാനത്തിൽ എത്താൻ കഴിഞ്ഞില്ല എന്ന കാര്യം സുവ്യക്തമാണ്. ഇനി 19-ാം തീയതി ചേരുമ്പോഴെങ്കിലും ആ സിനഡ് പ്രസിദ്ധീകരിച്ച സിനഡ് സർക്കുലർ അനുസരിച്ചുള്ള തീരുമാനങ്ങളിൽ എല്ലാവരും ഒപ്പുവെച്ച് വളരെ കൃത്യമായ ഒരു സർക്കുലർ പുറപ്പെടുവിക്കുമെന്നും അതനുസരിച്ചുള്ള ആക്ഷൻസ് ഉണ്ടാകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു കാര്യം തീർച്ചയാണ്, വത്തിക്കാനും റോമും പോപ്പും ഒക്കെ വളരെ വ്യക്തമായ നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെ അഴകുഴമ്പൻ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഇവിടെ സിനഡ് പിതാക്കന്മാരാണ്. അവരുടെ നാണം കെട്ട നിലപാടുകളാണ് ഈ വിഷയത്തെ ഇത്രയേറെ വഷളാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് വത്തിക്കാൻ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളുടെ വെളിച്ചത്തിൽ സിനഡ് തീരുമാനമെടുത്ത് എറണാകുളം അങ്കമാലിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും ആവശ്യമെങ്കിൽ വിമതന്മാരെ കൂട്ടത്തോടുകൂടി സഭയിൽ നിന്ന് പുറത്താക്കുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം.